അങ്ങനെ ബേക്കൽ കോട്ടയോട് വിട പറയാണ്. ആദ്യം എടുക്കേണ്ട വീഡിയോ ആണ് അവസാനം എടുക്കണം. നല്ലൊരു അട്രാക്ഷൻ ഉണ്ട്, മനോഹരമായ സ്ഥലം, നല്ല ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് നല്ലൊരു അവസരം. ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട്, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ചൂട് മഴക്കാലമായി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ചന്ദ്രകളഭം ചാർത്തിയുണരും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി. ഈ ബേക്കൽ കോട്ട കാണുന്നതിനുള്ള സമയം ശരിക്കും എല്ലാവരും ഫിക്സ് ചെയ്യേണ്ടത്, ഒന്നില്ലെങ്കിൽ ഇവിടെ 8 മണിക്ക് ഓപ്പണിംഗ് ആണ്. 8 മണിക്ക് ഓപ്പണിംഗ് ആണെങ്കിൽ ഇവിടെ വന്ന് ഒരു 9:30 വരെ ചിലവഴിക്കാം. ശരിക്കും ഒരു 1.5 മണിക്കൂർ, അല്ലെങ്കിൽ മാക്സിമം ഒരു 10 മണി വരെ 2 മണിക്കൂർ ഇവിടെ ചിലവഴിക്കാം. 10 മണി കഴിഞ്ഞാൽ ഇവിടെ നല്ല വെയിലാണ്. ഈ സമ്മർ കാലം വല്ലാത്ത ദുരിതമാണ്. എനിക്ക് മഴക്കാലത്തിനെ പറ്റി അറിയില്ല, പക്ഷേ അതാണ് നല്ലത്. അതല്ലെങ്കിൽ പിന്നെ ഇവിടെ 5 വരെ ടിക്കറ്റ് ഉള്ളൂ. അപ്പോൾ വരേണ്ടത് ഒരു 4 മണിക്ക് വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 6 മണി വരെ സ്പെൻഡ് ചെയ്യാം. അല്ലാത്ത സമയത്ത് ഇവിടെ വരുന്നത് റിസ്ക്കാണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ വന്ന ആൾ മരത്തണലിലിരുന്നു. 9:45 അദ്ദേഹത്തിന് ചൂട് സഹിക്കാൻ പറ്റാണ്ട് മരത്തണലിലിരുന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നടന്ന് എടുക്കുന്നൊരു വീഡിയോ ആണ്. ദൃശ്യം വളരെ മനോഹരമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ചൂടാർക്കും സഹിക്കാൻ പറ്റാത്ത അതാണ്. കണ്ടോ കടലൊക്കെ എത്ര മനോഹരമായിട്ടിരിക്കണം. അവിടെ ബേക്കൽ തീരം തന്നെ, കടൽ തീരം ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇത് നല്ല ആകാശ നീലിമയും കടലിൻ്റെ ഒരു ആഴപ്പരപ്പും ഒരു ഭംഗിയും ഒക്കെ ഒത്തിറങ്ങുന്ന ഒരു ദൃശ്യമാണ് ശരിക്കും ബേക്കൽ കോട്ടയിൽ നിന്ന്. മനോഹരമായിട്ടുള്ളൊരു ദൃശ്യമാണ് ശരിക്കും. എന്ത് പറഞ്ഞാലും എക്സ്ട്രീമാണത്. പക്ഷേ ഈ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സമയം സെലക്ട് ചെയ്യണം. ഈ കാണുന്നത് ബേക്കൽ കോട്ട. കാഞ്ഞങ്ങാട് നിന്ന് 10 കിലോമീറ്റർ കാസർഗോഡ് റൂട്ടിൽ ബേക്കൽ ഫോർട്ട് 20 കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്നു. മനോഹരമായ സ്ഥലം, പക്ഷേ ചൂട് ഭയങ്കര കൂടുതലാണ്. അത് വലിയൊരു കടൽ തീരം കൂടി സപ്പോർട്ട് ചെയ്യാനുണ്ട്.